ഏത് രാമായണത്തിൽ കൂടെ ഒഴുകിയ പമ്പ, രാമായണത്തിൽ കൂടെ ഒഴുകിയ പമ്പ ശബരിമലയുടെ താഴെ കൂടെയുണ്ട്, മറ്റേ കർണാടകത്തിന്റെ സ്ഥലത്തുകൂടെ ഹംപിയിൽ കൂടെയുണ്ട്. അതുപോലെ തന്നെ അങ്ങ് വടക്കേറ്റത്തുമുണ്ട്. രാമന്റെ പാദം ഇവിടെയുണ്ട്, അവിടെയുണ്ട്. അപ്പൊ ഒരിടത്ത് മാത്രമായിരുന്നെങ്കിൽ, കാരണം പോയ സ്ഥലം ഒരിടത്തൂടെ തന്നെയായിരുന്നെങ്കിൽ, ഒരു ശബരിപീഠമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ, ഒരു ശമുഖാചലമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ, ഒരു പമ്പയെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ പൂർണ്ണമായും ചരിത്രം തന്നെയാണ്. അല്ല, രണ്ടെണ്ണം. അതല്ലേ ഗതികൾ. പമ്പ ഒന്നേ ഉള്ളെന്ന് കർണാടകത്തിലെ ഹംപിയിലെ വേണ്ടെന്ന് ഹംപിയിലെ അറസ്റ്റുകാരോട് എന്നിട്ട് ഇവിടെയാ പമ്പാന്ന് പറയാം, തല്ലു വാങ്ങി. ഹംപിയിലെ അറസ്റ്റുകാർ സമ്മതിച്ചു തരണം പമ്പ ഇതിലൂടെ ഒഴുകുന്നു. ഹംപി എന്ന് പറയുന്ന സ്ഥലം അറിയോ? വിജയനഗര ഡൈനാസ്റ്റിയുടെ കേന്ദ്രം ഹംപി, ഹോസ്പേട്ട. അവിടെ ചെന്നിട്ട് താഴെ കൂടെ ഒഴുകുന്നുണ്ട് ചക്രതീർത്ഥം. രാമൻ ചക്രം എറിഞ്ഞതുകൊണ്ട് ഇന്നും വെള്ളം ചക്രത്തിന്റെ ആകൃതിയിലാ പോകുന്നതെന്നാ കാണിച്ചു തരുമത്. കറങ്ങിയാ പോകുന്നത്. അപ്പൊ ബൊമ്പേതാ? ഇത് ബൊമ്പയാണെന്ന് പറഞ്ഞാൽ താടി തെറ്റിയ ഒരു അങ്ങാടിയായിരുന്നു. അതാണ് ഗതികേട്. അവിടെയുണ്ട്, ഇവിടെയുണ്ട് ശബരിപീഠം, അവിടെയുണ്ട് ശബരിപീഠം, അവിടെയുണ്ട് ഹനുമാന്റെ ഗുഹ, ഹനുമാൻ ഇപ്പോഴും ഇരുന്നത്, അവിടെയുണ്ട് സുഗ്രീവൻ, ബാലികറാമലയുണ്ട് അവിടെ ഇപ്പോഴും. പറ്റുമോ? അതല്ലേ ഇത് തൊട്ടാൽ കളി കുറച്ചല്ലേ. ഇത് പഠിക്കാൻ പോകുന്നവൻ നല്ല വിവരമില്ലാതെ ഇമ്മ വല്ല പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പണ്ട് മാട്ട നാടകം കണ്ട പോലെ ഇരിക്കും. ഗംഗയൊന്ന് അതൊക്കെ എത്ര ഗംഗയും തരയും രണ്ടെണ്ണം ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ രാമായണത്തിലൊക്കെ രാമായണത്തിൽ പമ്പയുള്ളൂ. രാമായണത്തിൽ അത് വേറെ വരുന്നുണ്ട്. അല്ല, അതൊന്നും ആയതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതെന്തല്ലോ, ഒരെണ്ണം തെറ്റിയാൽ മതിയല്ലോ. തെറ്റി കൊണ്ടി കാണിക്കാൻ ഒരെണ്ണം മതിയല്ലോ. ചെറിയ ചെറിയ ചരിത്രമാണെങ്കിൽ വരില്ല. പക്ഷേ ഇതിനകത്തൊക്കെ പറ്റിയിരിക്കുന്നത് കുറച്ചുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനെയൊക്കെ സമീപിക്കുന്ന പഴയ ആളുകൾ സമീപിച്ചുകൊണ്ടല്ല. നമ്മളിതൊക്കെ പഠിക്കാൻ പാകമായില്ല. കുറച്ചുകൂടെ കാലം കഴിയണം. ഇപ്പോ ഒരംഗത്തിന് ബാല്യമുണ്ടെന്നാ തോന്നല്. അതും കൂടെ കഴിയണം. അപ്പോഴത്തേക്ക് സരസ്വതിയാമം കഴിയും. ഇത് പഠിച്ചാലും ഇത് തലയിൽ കയറുകയില്ല. സരസ്വതിയാമം കഴിയുന്നതിന് മുമ്പ് പഠിക്കണമെങ്കിൽ പഠിക്കേണ്ട രീതിയിലല്ല. ഞാൻ ഏതായാലും ആചാര്യന്മാരുടെ അടുക്ക് പോയപ്പോ ഇത് പഠിക്കാനാണ് മെനക്കെട്ടത്. അപ്പൊ പഠിക്കാൻ മെനക്കെട്ടപ്പോ ഒരു കാര്യം നിർബന്ധമായിട്ട് പാലിച്ചിരുന്നു. കാരണം വസ്തുനിഷ്ഠമായി അവർ പഠിപ്പിക്കുന്ന പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ചതുകൊണ്ട് നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഒരു യുദ്ധത്തിനുള്ള അംഗം എനിക്ക് ഇനിയും ബാല്യമില്ല. മാത്രമല്ല, സ്വാമിമാരിനിയും പ്രതികരിക്കണം എന്നുള്ള തോന്നലും എനിക്ക് ഇനിയും വന്നിട്ടില്ല. നോക്കാം, ശ്രമിക്കാം. അടുത്ത ആൾക്കാർ വെളി വന്ന് നിൽക്കൊണ്ട് എന്നെ കൊണ്ടുപോകാൻ, അവിടെ കൊണ്ടുപോയാൽ യുദ്ധത്തിന് ശരിയാകുമെന്ന് വിചാരിച്ചു. പയ്യൻ വെളിയിലുണ്ട്. അപ്പൊ അങ്ങോട്ടാ പോകുന്നത്. ഏതായാലും ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല. സരസ്വതിയാമം കഴിഞ്ഞതുകൊണ്ടല്ല, സരസ്വതിയാമം തെളിഞ്ഞു നിന്നുകൊണ്ട് തന്നെ. വയലാർ പറഞ്ഞതുപോലെ സരസ്വതിയാമം കഴിഞ്ഞു, സഹസ്രതലങ്ങൾ വിടർന്നു, വെൺകൊറ്റ കുടചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചുയർന്നു. അവസാനം കവി ചോദിക്കുന്നുണ്ട്, ഇനി ഒരു അംഗത്തിന് ബാല്യമുണ്ടോ? വയസ്സായതുകൊണ്ട് തോന്നിപ്പോയതാണ്. എനിക്കങ്ങനെയല്ല. ഉറപ്പിച്ചു തന്നെ പറയാം, സരസ്വതിയാമം കഴിഞ്ഞിട്ടില്ല. എന്നാലും അംഗത്തിന് ബാല്യമില്ല, അതുറപ്പാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാം, ഏത് സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചാലും ഞാൻ പഠിച്ച രാമായണ മഹാഭാരതാദി ഇതിഹാസങ്ങളും ഭാരതത്തിന്റെ പൗരാണിക ഗ്രന്ഥങ്ങളും യുദ്ധത്തിലേക്ക് വെളിച്ചം വീശുന്നവയല്ല. അവിടുത്തെ ആ രാജാക്കന്മാരുടെയോ മറ്റുള്ളവരുടെയോ കയ്യിൽ അതിലെ കഥകളായി പറഞ്ഞിരിക്കുന്ന രാജാക്കന്മാരുടെ കഥകളിലൊക്കെ പറയുന്ന വില്ലും വാളുമെല്ലാം ജ്ഞാനവും വൈരാഗ്യവും ഒക്കെയാണ്. പച്ചയായി പറഞ്ഞിട്ടുണ്ട്. പ്രണവമാകുന്ന ധനുസ്, പ്രണവോ ധനുഹു ശരവ്യൂഹാത്മ ബ്രഹ്മതത് ലക്ഷ്യമുച്ചതേ അപ്രമത്തേന വേത്തവ്യം ശരവത്തന്മയോ ഭവേത്. മുണ്ടകം. നിങ്ങൾ പറയുന്ന പുസ്തകങ്ങളിൽ തന്നെ എഴുതുക ഇത്. മാത്രമല്ല, കഥ മുഴുവൻ പറഞ്ഞുകൊടുത്ത ശുകൻ പരീക്ഷത്തിനോട് പറയുന്നുണ്ട്,
12-ാം സ്കന്ധം 14-ാം ശ്ലോകത്തിൽ കഥയിമാംസ്തേ കഥിത മഹീയസാം വിദായ ലോകേഷു യശ പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതി നതു പാരമാധ്യം. അല്ലയോ പരീക്ഷിച്ചേ, ഞാൻ ഭൂമിയിൽ കീർത്തി വിസ്തരിപ്പിച്ചവരായി രാജാക്കന്മാരുടെ കഥ നിന്നോട് പറഞ്ഞു. പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും കൃഷ്ണന്റെയും ഒക്കെ കഥകൾ നിന്നോട് പറഞ്ഞു. ഇതൊക്കെ എന്റെ വാഗ്വിഭൂതിയാണ്, എന്റെ കൽപ്പനാചാതുര്യമാണ്. ഇതൊന്നും പരമാർത്ഥമല്ല. നിനക്ക് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകാനാണ് ഞാൻ പറഞ്ഞു തന്നത്. അത് പറഞ്ഞവൻ പറഞ്ഞിട്ട് നിങ്ങൾ സമ്മതിക്കൂല. പുരാതന സന്നഭിനവ. പുരാണം എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴയത്, ഇന്നും സംഭവിക്കുന്നത്. പുരാതന സന്നവ അഭിനവ. അത് തന്നെ ഇതിഹാസത്തിന്റെയും നിർവചനം, വ്യത്യാസമൊന്നുമില്ല. അല്ലാതെ ചരിത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഭൂമിയുടെ ചരിത്രമല്ല. അതിനകത്താ ചരിത്രം പിന്നെയുള്ളത്. കാരണം ഈശാനു ചരിതം, മന്വന്തര ചരിതം ഒക്കെ പുരാണത്തിലാണ് ഉള്ളത്. പുരാണം എടുക്കുമ്പോഴാണ് പഞ്ചലക്ഷണം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ചരിത്രം കുറെ കൂടെ ചേർന്ന് നിൽക്കുന്നത് അതിനോടാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഇത് പഠിക്കാൻ പോകണമെങ്കിൽ കുറച്ച് പണിയാണ്. ഈ പുസ്തകം വായിക്കണമെങ്കിൽ തന്നെ ശ്രദ്ധിച്ചെടുക്കണം. ഇപ്പൊ ഞാൻ വായിച്ചു കേൾപ്പിച്ച കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലല്ലോ. മാത്രമല്ല, നിങ്ങള് രാവണന്മാരുണ്ടാകുമെന്നാ പറഞ്ഞത്. ആരാണ് രാവണൻ എന്നറിയാതെ മറ്റൊരു രാവണനായിട്ട് ഊഹിച്ചേ. ബാലചികിത്സയിൽ അദ്വിതീയനാണ് രാവണൻ. പുസ്തകം അദ്ദേഹത്തിന്റെ ഇന്ന് ഹിന്ദുക്കൾ ഫോളോ ചെയ്യുന്നത്. സാമവേദജ്ഞനാണ്, താണ്ഡവസ്തോത്ര കർത്താവാണ്, ഗായത്രി മന്ത്രഭാഷ്യം എഴുതിയ ആളാണ്. പറയട്ടെ? ഇല്ല, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയേ. ആ രാവണൻ ആ രാമനെ സീതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇതിനകത്ത് ഇതിനകത്ത് അങ്ങനെ ഒരു കാണ്ഡമുണ്ട്, സുന്ദരകാണ്ഡം. ശൃണുസുമുഖിതവചരണനളിനദാസ്വസ്നേഹം ശോഭനശീലേ പ്രസീത പ്രസീതമേ നിഖില ജഗദീപം അസുരേശമാലോക്യമം നിന്നിലെ നീമറഞ്ഞെന്നിരുന്നിടുവൻ എന്ന് പറഞ്ഞങ്ങോട്ട് പറഞ്ഞ് മുഴുവൻ ചൊല്ലുമ്പോൾ നേരം പോകും. അവസാനം പറയുന്നത് സുബ്രുചിരം അരികേ വസിക്കലും നിത്യം ഉപഗൂഹനം ചെയ്യലും താൽപര്യം നിന്നിലല്ലവരേതുമേ ഭവതിയെയും ഒരു ശബരതരുണിയെയും ആത്മനാ കണ്ടാൽ. എത്ര സഭ്യനാണ് രാവണൻ. വായിക്കുന്നത് നിങ്ങളെക്കാൾ. വായിക്കുമ്പോൾ നിങ്ങൾ ഈ ആത്മനാ ശബ്ദം ഓർക്കൂല. ഭവതിയെയും ഒരു ശബരതരുണിയെയും ആത്മനാ കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ. പണ്ഡിത മാനവൻ, കൃതജ്ഞൻ, കുലോം നിർമ്മമൻ, നിരീഹൻ, നിത്യൻ, ഇതൊക്കെ അങ്ങ് പറയുന്നത്. സ്വപജനുമൊരവനി സുരവരനും അവനൊക്കുമി സ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ. പണ്ഡിത മാനവൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് സീതയ്ക്ക് സാക്ഷാൽ രാവണനാണ്. അത് വേറെ പുസ്തകം, അത് രാമായണമല്ല, അത് വേറെ പുസ്തകം. അത് ഇഷ്ടം പോലെ രാമായണങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഓരോരുത്തരും രാമായണം എഴുതിയിട്ടുണ്ട്. നമ്മുടെ പള്ളത്ത് രാമൻ വരെ അത് രാമായണം ഒരുപാടുണ്ട്. രാമജാതകം, ദശരഥ ജാതകം, അങ്ങനെ ജാതകങ്ങൾ, കുറെ ജാതക കഥകളുണ്ട്. അതൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ ഇത് പഠിക്കാൻ പോകുമ്പോ മനുഷ്യന് പ്രയോജനം വരുന്ന വല്ലതും പഠിക്കണമെങ്കിൽ ഈ ദൃഷ്ടികോൺ മാറ്റി പഠിക്കണം. ഇല്ലെങ്കിൽ ഗതികേട് പറ്റുന്നത് വെച്ചാൽ ഈ ദൃഷ്ടികോണം മാറ്റിയില്ലെങ്കിൽ ഇത് തരുന്ന പ്രയോജനമില്ല. അതെ, അവരവരുടെ വീക്ഷണകോണിൽ കൂടെ നോക്കിക്കാണാൻ പോയാൽ, അതെ, അവരവരുടെ വീക്ഷണകോണിൽ കൂടെ പഠിക്കാം. അത് ശരിയാണ്. അവരവരുടെ വീക്ഷണകോണിൽ കൂടെ പഠിക്കാവുന്ന ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ പെടില്ല വേദങ്ങളും ഇതിഹാസങ്ങളും ഒന്നും. അതിനൊരു പാരമ്പര്യ വഴിയുണ്ട്. അത് കുട്ടിക്കാലത്ത് ഉപനയനം കഴിഞ്ഞ് പഠിക്കേണ്ടവരിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അതിന് പറ്റിയില്ലെങ്കിൽ നല്ല ആശ്രമങ്ങളുണ്ട്, സമ്പ്രസാദ വിദ്യ പഠിപ്പിക്കുന്ന ഗുരുകുലങ്ങൾ. അവിടെ പോയി പഠിക്കണം. അവിടെ പോയി പാദത്തിലിരുന്ന് പഠിക്കണം. അത് സാമ്പ്രദായിക വിദ്യ അറിയുന്ന ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്ന് പഠിക്കണം. ഇല്ലെങ്കിൽ നഷ്ടം ഒത്തിരി ഉണ്ടാവും. ആവശ്യമില്ല കോലാഹലം എല്ലാം ചെയ്തു കഴിഞ്ഞ് ഇതിന്റെ തത്വം എന്താണെന്ന് പിന്നെയും ബാക്കി കിടക്കും. അത്രേ ഉള്ളൂ കുഴപ്പം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്ത്, നിങ്ങൾ എല്ലാവരോടുള്ള ഉപദേശമാണ്. പഠിക്കാൻ പോകുമ്പോ ഇതിനൊക്കെ ആ സാമ്പ്രദായിക വഴിയിൽ അതിന് പറ്റിയ ആളുകളുണ്ട്, അവരെ സമീപിക്കണം. അല്ലാതെ ലൗകികമായ കാര്യങ്ങൾ പറയാനാണെങ്കിൽ
വീട്ടിലത് വേണ്ടുള്ള സൗകര്യമില്ലേ നമുക്ക്? പുറത്ത് രാഷ്ട്രീയവും. പിന്നെ അതിന് ഞാനും നിങ്ങളുമായി കൂടിയിരിക്കേണ്ട കാര്യമല്ലോ. എനിക്ക് നിങ്ങൾക്ക് തരാൻ കാര്യമായൊന്നുമില്ല. എന്റെ കയ്യിൽ ഒരു സാധനമേ ഉള്ളൂ, ഇടർച്ചയുടെ ഒരു വാൾ. നിങ്ങൾ നിൽക്കുന്ന ആധാരം ഒന്ന് ഇളക്കി പ്രതിഷ്ഠിക്കുക. ഇളക്കി വെച്ചിട്ട് ഞാൻ പോകുന്നു. ഇളകിയാൽ പിന്നെ നിങ്ങൾ വിചാരിച്ചാൽ അത് ഉറക്കില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അത്രേ എന്റെ സന്ദേശം. അത് ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടെന്നായി ഇപ്പൊ എന്റെ ഉറപ്പ്. ഇളകിയത് തന്നെ. ഉറക്കി പോയില്ലയോ എന്നുള്ളത് പിന്നീടുള്ള കാര്യം. ഏതായാലും നോക്കാം.